നമസ്കാരം, സിയോൺ ക്ലാസിക്സ് ടിവിയിലേക്ക് സ്വാഗതം. ഒടുവിൽ വിശ്വാസികൾക്ക് മുന്നിൽ ഫ്രാൻസിസ് പാപ്പ പ്രാർത്ഥനകൾക്ക് നന്ദി അർപ്പിച്ച ശേഷം വത്തിക്കാനിലേക്ക് മടങ്ങി. നീണ്ട 37 ദിവസത്തെ ആശുപത്രിവാസത്തിനു ശേഷം വിശ്വാസികളെ അഭിവാദ്യം ചെയ്തു ഫ്രാൻസിസ് മാർപ്പാപ്പ. പാപ്പ ചികിത്സയിലായിരുന്ന റോമിലെ ജമല്ലി ആശുപത്രിയുടെ ജനാലയ്ക്കരികിലെത്തിയാണ് അദ്ദേഹം പുറത്തു കാത്തുനിന്ന നൂറുകണക്കിന് വിശ്വാസികളെ കണ്ടത്. വീൽചെയറിൽ പാപ്പ ജനാലയ്ക്കരികിലെത്തിയപ്പോഴേക്കും വിവാ പാപ്പ വിളികളും ഖരഘോഷങ്ങളും കൊണ്ട് ആശുപത്രി പരിസരം ശബ്ദമുഖരിതമായി. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ, പ്രാർത്ഥിച്ച എല്ലാവർക്കും നന്ദി, ഫ്രാൻസിസ് മാർപ്പാപ്പ സഹായി നൽകിയ മൈക്കിലൂടെ പറഞ്ഞു. അപ്പസ്തോലിക ആശീർവാദം നൽകി വിശ്വാസികൾക്ക് നേരെ കൈവീശി കാണിച്ച ശേഷമാണ് പാപ്പ റൂമിലേക്ക് മടങ്ങിയത്. പാപ്പ ശ്വസനത്തിന് ഒത്തിരിയേറെ ബുദ്ധിമുട്ടുന്നുണ്ടെന്ന് വ്യക്തമാക്കുന്നതായിരുന്നു ദൃശ്യങ്ങൾ. ആശീർവാദം നൽകിയ ശേഷം പാപ്പ ശ്വസനത്തിനും മറ്റും ബുദ്ധിമുട്ട് നേരിടുന്നത് മാധ്യമങ്ങളിലൂടെ ആയിരങ്ങൾ വീക്ഷിച്ചു. മാർപ്പാപ്പയ്ക്ക് സംസാരിക്കാൻ ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുമെന്നും ഡോക്ടർമാർ നേരത്തെ പറഞ്ഞിരുന്നു. വൈകാതെ പരിശുദ്ധ പിതാവിനെ ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് പാപ്പയുടെ ആഗ്രഹപ്രകാരം സാന്താ മരിയ ബസിലിയയിലേക്ക് കൊണ്ടുപോയി. അവിടെ പ്രസിദ്ധമായ സാലുസ് പോപ്പോലി റൊമാനിയുടെ ഐക്കണിന് മുന്നിൽ പുഷ്പം അർപ്പിച്ചു. ശ്വാസകോശ അണുബാധയെ തുടർന്ന് ഫെബ്രുവരി 14 മുതൽ റോമിലെ ആശുപത്രിയിലായിരുന്നു മാർപ്പാപ്പ. ആശുപത്രി ചാപ്പലിൽ കുർബാനയിൽ പങ്കെടുക്കുന്നതിന്റെ ദൃശ്യം കഴിഞ്ഞയാഴ്ച വത്തിക്കാൻ പുറത്തുവിട്ടിരുന്നു. അതേസമയം ആശുപത്രി വിട്ടെങ്കിലും അടുത്ത 2 മാസം ഫ്രാൻസിസ് പാപ്പയ്ക്ക് പരിപൂർണ വിശ്രമം ആവശ്യമാണെന്ന് ഡോക്ടർമാർ അറിയിച്ചിട്ടുണ്ട്.